PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റി പരീക്ഷ PSC നടത്തിയ പരീക്ഷയുടെ ഫിസിക്സിന്റെ 51 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസറാണ് ഞാൻ വായിക്കാൻ പോണത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫിസിക്സിന്റെ 51ാമത്തെ ക്വസ്റ്റ്യൻ. The period of oscillation of a seconds pendulum is 2 seconds ആണ്, B ആണ് വരിക. ഇനി 52. Among the following statement about electric field lines, select the correct option. അപ്പോൾ അതിൽ ഒന്നാമത്തെ they start from positive charge and end in negative charge ശരിയാണ്. 2 electric field lines can never cross each other, അതും ശരിയാണ്. മൂന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം എനി ക്ലോസ്ഡ് ലൂപ്സ്, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയായതുകൊണ്ട് ഡി ആണ് ആൻസർ വരിക. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. ഇനി 53ാമത്തെ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ലോങ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L ആൻഡ് നമ്പർ ഓഫ് ടേൺസ് N ആൻഡ് ക്യാരിയിങ് എ കറന്റ് I വിൽ ബി, സി ആണ് വരിക, μ0 Ni എന്നുള്ളത്. ഇനി 54ാമത്തെ which electromagnetic radiation plays an important role in maintaining the Earth's warmth through the greenhouse effect, അത് infrared rays, B ആണ്. Which of the following is most electrically conductive element, silver ആണ്, A ആണ് ഉത്തരം വരിക. 56. A ray of light passes from medium 1 to medium 2. If no refraction occurs, then the angle between the incident light and the surface of separation should be, അത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് ആ റേ കടന്നു പോവുക. അപ്പോൾ ആംഗിൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ് ആൻസർ, 90 ഡിഗ്രിയാണ്. Which of the following mirror is used as rear view mirror in vehicles? A ആണ്, കോൺവെക്സ് മിറർ ആണ് ഉപയോഗിക്കുക. ഇനി 58. The main application of Zener diode is voltage regulation, D ആണ് ഉത്തരം വരിക. 59. Name the series of hydrogen spectrum corresponds to visible region, അത് ബാമർ സീരീസ് ആണ്, A ആണ് ഉത്തരം. 60. Candela is the SI unit of which fundamental quantity? Candela എന്ന് പറയുന്നത് ലൂമിനസ് ഇന്റൻസിറ്റിയുടെ ആണ്, C ആണ് ഉത്തരം. 61. A particle of mass m moving in a uniform circular motion with constant speed r along a circle of radius r, the acceleration of the particle is v square by r, B ആണ് ഉത്തരം വരിക. ഇനി 62ാമത്തെ the frictional force required to keep the solid object on its surface at rest is called സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് റെസ്റ്റിലുള്ളപ്പോഴുള്ള ആ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നാണ് പറയുക, A ആണ് ഉത്തരം. 63. The variation of acceleration due to gravity with height from the surface of the earth is that decreases with increase in height ആണ്. ഹൈറ്റ് കൂടുന്തോറും ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുക ചെയ്യുക. അപ്പോൾ B ആണ് അതിന്റെ ആൻസർ. ഇനി 64. The statement the pressure in a fluid at rest is the same at all points if they are at the same height represent which of the following? അത് D ആണ്, പാസ്കൽസ് ലോ. ഇനി 65. The Celsius scale temperature corresponding to 212 degree Fahrenheit in the Fahrenheit scale is 100 degree Celsius ആണ്. അതായത് B ആണ്, 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിന്റെ ആൻസർ വരിക. ഇതാണ് ഇന്ന് നടന്ന കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഉള്ള ലാബ് അസിസ്റ്റന്റിന്റെ ഫിസിക്സിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് ആൻസർ കീ പിന്നീട് ചെയ്യണതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പേപ്പർ കുറച്ച് ടഫൊക്കെ തന്നെയാണ്. ഫിസിക്സ് ചോദ്യങ്ങൾ എല്ലാം +2 ലെവലിൽ ആ സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ബാക്കിയുള്ളതും നോക്കി എല്ലാം നല്ല സ്റ്റാൻഡേർഡ്, നല്ല നിലവാരം ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ പരീക്ഷ. അതുകൊണ്ട് കട്ട് ഓഫ് ഒരു ആവറേജ് ലെവലിൽ നിൽക്കാനാണ് സാധ്യത. വളരെ കൂടാനോ തീരെ കുറയാനോ ഉള്ള ഇതല്ല.
കുറച്ച് നന്നായി പഠിച്ചവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാൻ പറ്റിയ പോലത്തെ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കട്ട് ഓഫ് അത്ര കണ്ട് കുറയുന്നു തോന്നണില്ല. ഓക്കെ, താങ്ക് യു.